വള്ളി ദേവസേന സമേതനായ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഹരഹരോ ഹരഹര. കൂടുതൽ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഈ രണ്ടുപേരെ കൂടെ മനസ്സിൽ ധ്യാനിച്ച് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ എപ്പോഴും. ഭഗവാനെ ഏത് രൂപത്തിൽ വിളിച്ചാലും ഭഗവാൻ കേൾക്കും. ബട്ട് എന്നാലും നമുക്ക് അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന ദേവിമാരെ കൂടെ ചേർത്ത് ഭഗവാനെ വിളിക്കുമ്പോൾ ഭഗവാൻ ഏറെ സന്തോഷമാണ് അങ്ങനെ വിളിക്കുമ്പം. അതാണ് ഞാൻ വള്ളി ദേവസേന സമേതനായ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഹരഹരോ പറയുന്നത്. സ്കന്ദഷഷ്ഠിയുടെ ബാക്കി കുറച്ച് ഭാഗമാണ്. ഇടയ്ക്കുള്ള കുറച്ച് വരികൾ അത് പാടുമ്പം അതിൻ്റെ അർത്ഥം അറിയില്ല. അതൊരു കുറച്ച് അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഞാൻ പാടുന്നില്ല. അതെന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. അപ്പം അതിൻ്റെ ബാക്കി ഭാഗമാണ്, അതായത് 9ാമത്തെ ശ്ലോകമാണ് ഞാനിപ്പം ജപിക്കാൻ പോകുന്നത്. എന്തെനെയാളും ഏരകശെൽവ മൈതൻ വേണ്ടും വരമകഴുതവും ലാലാലാല ലാലാവേശവും ലീലാലീല ലീലാവിനോദനെன்று ഉന്തിരുവടിயை உறுதின்றென்னும் எந்தலை வைத்தோன் இணையடி காக்க என்னுயர்க்குயராம் ஏறவேன் காக்க பன்னிருவிழியாய் பாலனே காக்க அடியேன் வதனம் அழகுவில் காக்க பொடி புன்னை நேற்றியே புனிதவில் காக்க கதிர்வேல் இரண்டும் கண்ணினை காக்க விதி செவிரண்டும் வேலவர் காக்க நாசைகள் இரண்டும் நல்வேல் காக்க பேசிய வாய்தனை பருவேல் காக்க முப்பத்திருபல் முனிவேல் காக்க செப்பியனாவை ശൈവേൽ കാക്ക. ഭഗവാന്റെ സ്കന്ദഷഷ്ഠി കവചം ചൊല്ലിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പം എല്ലാവരും ഒരു 25 മിനിറ്റ് ഉണ്ട് ഇത് മുഴുവനായും ചൊല്ലി പഠിച്ച് ചൊല്ലുക. ഇത് ഷോർട്ട് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചിടുന്നത് കേട്ടോ. ഞാൻ പഠിച്ചു വന്നേ ഉള്ളൂ. ഞാൻ ഇപ്പം യൂട്യൂബിൽ നോക്കിയാണ് ജപിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊറുക്കുക. അപ്പം എല്ലാവർക്കും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം കിട്ടിക്കൊണ്ടേയിരിക്കട്ടെ. നന്ദി, നമസ്കാരം.